നമസ്കാരം, വെൽക്കം ടു KPSC 2.0. ജൂലൈ 1-ാം തീയതി നടന്ന LGS എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 62/2026. ഈ രീതിയിൽ നമ്മൾ പഠിക്കുന്നത് അടുത്ത 10th പ്രിലിംസ് എക്സാമിന് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് നമുക്ക് ഒട്ടും സമയം കളയാതെ ക്വസ്റ്റ്യനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചോദ്യം 1. താഴെ കാണിച്ചിരിക്കുന്ന സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. അതായത് കുറച്ച് സംഭവങ്ങൾ തന്നിരിക്കുന്നു, അവയെ നമ്മൾ നടന്ന ക്രമത്തിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷനുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ റൗലറ്റ് നിയമങ്ങൾ പാസാക്കി. ഗദാർ പാർട്ടി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ സ്ഥാപിച്ചു. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. സ്വരാജ് പാർട്ടി രൂപീകരിച്ചു. ഈ തന്നിരിക്കുന്ന സംഭവങ്ങൾ നടന്ന വർഷങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. 1913 ഗദാർ പാർട്ടി സ്ഥാപിച്ചത് സാൻ ഫ്രാൻസിസ്കോയിലാണ്. 1916 ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? ആനി ബെസന്റ്. 1919 റൗലറ്റ് നിയമം പാസാക്കി. 1923 സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം. സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് മോത്തിലാൽ നെഹ്റുവും CR ദാസുമാണ്. അപ്പോൾ ഇവിടെ ശരിയായ ക്രമം എന്ന് പറയുന്നത് BCAD ആണ്. അതായത് ശരിയായ ഉത്തരം ഓപ്ഷൻ D ആയിരുന്നു. അടുത്ത ചോദ്യം 2. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഗദാർ പാർട്ടി ലാല ഹർദയാൽ. ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ജയപ്രകാശ് നാരായണൻ. യുഗാന്തർ പാർട്ടി അജിത് സിംഗ്. ആസാദ് ഹിന്ദ് ഫൗജ് സുഭാഷ് ചന്ദ്രബോസ്. ഇവിടെ തന്നിരിക്കുന്നത് പ്രസ്ഥാനങ്ങളും അവ രൂപീകരിച്ച ആളുകളുടെ പേരുമാണ്. ഇതിൽ നിന്ന് ശരിയായ ജോഡിയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമുക്കറിയാം ഗദാർ പാർട്ടി രൂപീകരിച്ചത് ലാല ഹർദയാലാണ്. രൂപീകരിച്ച വർഷം 1913. എവിടെ രൂപീകരിച്ചു? അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ. ആസാദ് ഹിന്ദ് ഫൗജ് സ്ഥാപിച്ചത് റാഷ് ബിഹാരി ബോസ് ആണ്. എന്നാലും സുഭാഷ് ചന്ദ്രബോസ് ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത് നടത്തി. അതുകൊണ്ട് തന്നെ ഇവിടെ നൽകിയിരിക്കുന്ന ഓപ്ഷൻ Aയും Dയും ശരിയാണ്. ഇനി നമുക്ക് മറ്റു ഓപ്ഷനുകൾ കൂടി നോക്കാം. ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. യുഗാന്തർ പാർട്ടിയുടെ സ്ഥാപകൻ അരവിന്ദ് ഘോഷുമാണ്. അപ്പൊ നമുക്കിവിടെ ഓപ്ഷനുകളായി തന്നിരിക്കുന്നത് ഗദാർ പാർട്ടിയും ആസാദ് ഹിന്ദ് ഫൗജുമാണ് ശരിയായ ഉത്തരം. ഈ ആസാദ് ഹിന്ദ് ഫൗജ് എന്ന് പറയുന്നത് നമ്മുടെ INA ആണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം 3. ശരിയായ 2 പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷനുകൾ കണ്ടെത്തുക. ഇവിടെയും ചോദ്യം വന്നിരിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് പോലെയാണ്. അതിൽ നിന്ന് നമ്മൾ ശരിയായ പ്രസ്താവനകളോ അല്ലെങ്കിൽ ശരിയായ ഓപ്ഷനുകൾ ഉള്ളവയാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷനുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റുവിന്റെ പത്രമാണ്. നവജീവൻ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പത്രമാണ്. ആനി ബെസന്റിന്റെ പത്രമാണ് ന്യൂ ഇന്ത്യ. സംവാദ് കൗമുദി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ പത്രമാണ്. ഈ ചോദ്യം വന്നിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് പത്രങ്ങളും അവയുടെ സ്ഥാപകരും എന്ന ഭാഗത്തു നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ പത്രമായിരുന്നു. നവജീവൻ മഹാത്മാ ഗാന്ധിയുടെ പത്രമായിരുന്നു. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ആ ഓപ്ഷൻ തെറ്റാണ്. ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് എന്നിവ ആനി ബെസന്റിന്റെ പത്രമാണ്. സംവാദ് കൗമുദി രാജാറാം മോഹൻ റോയുടെ പത്രമായിരുന്നു. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ A അതായത് നാഷണൽ ഹെറാൾഡും ഓപ്ഷൻ C ന്യൂ ഇന്ത്യയുമാണ് ശരിയായ ഉത്തരം. അപ്പൊ നമ്മുടെ ഇവിടെ ഉത്തരത്തിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ്. ബാക്കിയുള്ളവ കൂടി ഓർത്തു വെക്കുക. അടുത്ത പരീക്ഷയിൽ മിക്കവാറും ഇത് ചോദ്യമായിട്ട് വരാം. അടുത്ത ചോദ്യം 4. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇവിടെ നമ്മൾ തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. തന്നിരിക്കുന്ന പ്രസ്താവനകൾ നമുക്ക് പരിശോധിക്കാം. മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അൽ അമൽ അദ്ദേഹത്തിന്റെ പത്രമാണ്. മരണാന്തര ബഹുമതിയായി 1990 ഭാരതരത്ന നൽകി ആദരിച്ചു. ഇന്ത്യ വിൻസ് ഫ്രീഡം അദ്ദേഹത്തിന്റെ കൃതിയാണ്. ഇവയാണ് നമുക്ക് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ. മൗലാന
അബ്ദുൽ കലാം ആസാദിനെ കുറിച്ചുള്ള 4 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. ഇവയിൽ നിന്ന് നമ്മൾ കണ്ടെത്തേണ്ടത് തെറ്റായ പ്രസ്താവനകളാണ്. നമുക്ക് ഉത്തരം നോക്കാം. 1888 മക്കയിലാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ജനിച്ചത്. അപ്പോൾ ഓപ്ഷൻ എ അല്ലെങ്കിൽ പ്രസ്താവന എ എന്ന് പറയുന്നത് ശരിയായിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ പ്രധാന പത്രം എന്ന് പറയുന്നത് അൽ ഹിലാലും അൽ ബലാഹുമാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ ബി അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബി എന്ന് പറയുന്നത് തെറ്റാണ്. അദ്ദേഹത്തിന്റെ പ്രധാന പത്രങ്ങൾ ഓർത്തു വെക്കുക. പത്രങ്ങൾ അൽ ഹിലാൽ, അൽ ബലാഹ് എന്നിവയാണ്. 1990 1992 അദ്ദേഹത്തിന് ഭാരതരത്ന നൽകി ആദരിച്ചത്. അപ്പോൾ ഓപ്ഷൻ സിയും തെറ്റാണ്. അദ്ദേഹത്തിന് ഭാരതരത്ന നൽകിയ വർഷം എന്ന് പറയുന്നത് 1992 പിന്നീട് ഒരു കാര്യം കൂടി ഓർത്തു വെക്കുക. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹം. അപ്പോൾ ഇവിടുത്തെ ശരിയായ ഓപ്ഷനുകൾ എന്ന് പറയുന്നത് ബിയും സിയുമാണ്. ഉത്തരം ബി ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം 5. സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. നമ്മൾ ഒന്നാമത് കണ്ട അതേ ചോദ്യത്തിന്റെ ഒരേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇവിടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ രൂപീകരണം, സുഭാഷ് ചന്ദ്രബോസ് INA നേതൃത്വം ഏറ്റെടുത്തു, റോയൽ ഇന്ത്യൻ നേവി കലാപം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു. ഇവയാണ് നമുക്ക് തന്നിരിക്കുന്ന സംഭവങ്ങൾ. ഇവയെ വേണം നമ്മൾ ക്രമീകരിക്കുവാൻ, കാലഗണന ക്രമത്തിൽ ക്രമീകരിക്കുവാൻ. അപ്പോൾ ഇവിടെ നടന്ന വർഷങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1930 സിവിൽ നിയമലംഘനം നടന്നത്. അതായത് നമ്മുടെ ഉപ്പ് സത്യാഗ്രഹമാണത്. 1930 നടന്നു. ഓൾ ഇന്ത്യ കിസാൻ സഭ രൂപീകരിച്ചത് 1936 1943 സുഭാഷ് ചന്ദ്രബോസ് INA നേതൃത്വം ഏറ്റെടുത്തത്. നാവിക കലാപം നടന്ന വർഷം 1946 അപ്പോൾ ഇവിടെ ക്രമത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ DABC എന്ന് വരും. അതായത് ഇവിടുത്തെ ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇപ്പൊ INA കുറിച്ച് തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ 3 ചോദ്യങ്ങൾ കണ്ടു. അപ്പം INA എന്ന് പറയുന്നത് ചിലപ്പോൾ അടുത്ത പരീക്ഷകളിൽ ക്വസ്റ്റ്യനുകൾ വരാൻ ഇരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ആ ഭാഗത്ത് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് നൽകി പഠിക്കുക. ഇപ്പം നമ്മൾ കണ്ട ഈ 5 ചോദ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ, ഒരു LGS ലെവൽ എന്നതിനുപരി ഒരു LDC ലെവലിലേക്കുള്ള ക്വസ്റ്റ്യനുകളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. PSC ചോദ്യത്തിന്റെ പാറ്റേണും അതായത് എല്ലാ ചോദ്യവും നമ്മൾ കണ്ട ആ 5 ചോദ്യങ്ങളും പ്രസ്താവനകളായിരുന്നു. അപ്പൊ ചോദ്യത്തിന്റെ പാറ്റേണും ചോദ്യത്തിന്റെ കടുപ്പവും എല്ലാം കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു വസ്തുത കൂടി മനസ്സിൽ വിചാരിച്ച് വേണം നമ്മളിനി കൂടുതൽ പഠിക്കാനായിട്ട്. അപ്പൊ 10th പ്രിലിംസിന് ഈ ഒരു ചോദ്യപേപ്പർ ഇങ്ങനെ ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത് വഴി കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ ഉറപ്പായിട്ട് നമ്മൾ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ആദ്യത്തെ 5 ചോദ്യങ്ങളായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ ഓപ്ഷൻസിന്റെ ഡീറ്റെയിൽസും എല്ലാം നമ്മൾ പറയുകയും ചെയ്തു. പിന്നെ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾ റീൽസ് ഒക്കെ ആയിട്ട് ഇടാറുമുണ്ട്. ആ റീൽസിന്റെ ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ കൂടുതൽ അത് കണ്ടുകൂടി കൂടുതൽ വിവരങ്ങൾ പഠിക്കാം. അപ്പോൾ ഇനി അടുത്ത 5 ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.